ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. കിതാബ് സിയാം സബക്ക് 38. ബാബു സൗമി തതവ്വു, സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന പാഠം. ഈ പാഠവും കൂടെ ഓതി നമുക്ക് കിതാബ് സിയാം നിർത്തണം. പിന്നെ കിതാബിൽ ഇഅ്തികാഫാണ് ഇൻഷാ അല്ലാഹ്. ബാബു സൗമി തതവ്വു. യുസന്നു സൗമുൽ ഇസ്നൈനി വൽ ഖമീസി, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് സുന്നത്താക്കപ്പെടും. വൽ ഖമീസി, വ്യാഴാഴ്ച ദിവസത്തെ നോമ്പും. ഇസ്നൈനി ഖമീസ് എന്ന് പേര് വെക്കാൻ കാരണം എന്താണ്? ഖൽയൂബി പറയുന്നു, സുമ്മിയ ബിദാലിക ലിഅന്നഹു സാനി അയ്യാമി ഈജാദിൽ മഖ്ലൂഖാത്തി ഗൈറിൽ അർദ്, ഭൂമി അല്ലാത്ത മറ്റ് സൃഷ്ടിജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ച ഈജാദ് ചെയ്ത ദിവസങ്ങളിൽ രണ്ടാമത്തെ ദിവസമാണ് ഈ തിങ്കളാഴ്ച എന്നുള്ളത്. അതുകൊണ്ടാണ് ഇസ്നൈനി എന്ന് വെച്ചതെന്നാണ്. വൽ ഖമീസ് ആ ദിവസങ്ങളിൽ അഞ്ചാമത്തെ ദിവസമാണ് ഖമീസ്, വ്യാഴാഴ്ച. അതുകൊണ്ടാണ് അങ്ങനെ പേര് വെച്ചതെന്ന്. കമാഫിൽ ഹദീസ്. വമാ ഖീല ലി അന്നഹു സാനിൽ ഉസ്ബൂഇ, ഈ തിങ്കളാഴ്ച എന്നുള്ളത് ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം എന്ന് പറയപ്പെട്ടത്, അതായത് ഞായർ തിങ്കൾ എന്ന് കലണ്ടറിലൊക്കെ കാണുന്ന നമ്മൾ അങ്ങനെയാണല്ലോ, അതായത് ഹദീസിനൈനി അങ്ങനെ. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് മബിനീൻ അല മർജൂഹിൻ, ഒരു മർജൂഹിൻ്റെ മേൽ എടുത്തതാണ്. എന്താണ് മർജൂഹ്? അന്ന അവ്വലഹു അൽ അഹദ്, അതായത് ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണ് എന്ന മർജൂഹായ അഭിപ്രായത്തിന്മേലെടുത്തതാണ്. വൈന്നമാ അവ്വലുഹു അസ്സബ്തു അലൽ മുഅ്തമദി, മുഅ്തമദ് പ്രകാരം ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി ഞായർ തിങ്കളാണ്. അങ്ങനെ അവർ കമാഫി ബാബിൻ നദിരി വൽ ഇസ്നൈനി അഫ്ളലു മിനൽ ഖമീസ്, വ്യാഴാഴ്ചയേക്കാൾ അഫ്ളലാണ് തിങ്കളാഴ്ച ദിവസം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണല്ലോ തിങ്കളാഴ്ച. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഏതായാലും ആഴ്ചയിലെ ആദ്യത്തെ ദിവസം മുഅ്തമദ് പ്രകാരം ശനിയാഴ്ചയാണ്. പിന്നെ അപ്പോൾ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസത്തിലും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. കാരണം ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യതഹറാ സൗമഹുമാ, ആ രണ്ട് ദിവസത്തെ നോമ്പിനെ ഉദ്ദേശിക്കുമായിരുന്നു. അതായത് നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നു, നോമ്പനുഷ്ഠിക്കാൻ. യതഹറ എന്ന് പറഞ്ഞാൽ യഖ്സുദുവിൻ്റെ അർത്ഥം. കാന യതഹറാ സൗമഹുമാ. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു, അത് മറ്റൊരു ഹദീസാണ്. തുറലുൽ അഅ്മാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസത്തിലും അതേപോലെ വ്യാഴാഴ്ച ദിവസത്തിലും അഅ്മാലുകളെ വെളിവാക്കപ്പെടും എന്ന്. അപ്പോൾ ഫുഹിബ്ബു അൻ യുറല അമലി, ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ അമലിനെ വെളിവാക്കപ്പെടലിനെ. ഏത് നിലയിൽ? വ അന സായിമുൻ, ഞാൻ നോമ്പുകാരനായ നിലയിൽ വെളിവാക്കപ്പെടലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിങ്കളാഴ്ച പകലിൽ യൗമ് എന്നെടുത്ത് അവിടെ തിരങ്കപ്പാറ ഉസ്താദ് എഴുതി ഐ ഫിൻ നഹാരി ലാ ബഅദൽ ഉറൂബി, പകലിലാണ് ആ അറുളുണ്ടാകുന്നത്, അല്ലാതെ ഉറൂബിന് ശേഷമല്ല. വഹുവർ റാജിഹു, അതാണ് റാജിഹ്. ഖിലാഫൻ ലിമൻ ഖാല അൽ അറളു ഇന്നമാ ഹുവ ബഅദൽ ഉറൂബി, ഉറൂബിന് ശേഷമാണ് അറുള് അമലുകൾ വെളിവാക്കപ്പെടുമെന്ന് പറഞ്ഞവർക്കെതിരായിട്ട്. പിന്നെ അപ്പം പിന്നെ ഈ ഹദീസിൽ അന സായിമുന്നുണ്ടല്ലോ, അതിന് വൗവില ഖൗലുഹു, റസൂലുള്ളാഹിന്റെ ഖൗലിനെ വ്യാഖ്യാനിക്കപ്പെട്ടു. വാന സായിമുൻ ഐ അല അസരി സൗമി, ആ നോമ്പിൻ്റെ, ഞാൻ ആ നോമ്പിൻ്റെ അസറിലായിരിക്കുന്ന നിലയിൽ എന്ന് വെക്കണം. അങ്ങനെ ജമൽ വമിസ്ലുഹു ഫി
ഷീൻ ഖാഫ് ഉന്നുർ ബ. പിന്നെ റവാഹുമ തുർമുദിയു, തുർമുദി ഇമാമാണ് എന്ത് ചെയ്തത്? ആ രണ്ട് ഹദീസിനെയും തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തു. വഗൈറുഹു, തുർമുദി ഇമാം അല്ലാത്തവരും റിപ്പോർട്ട് ചെയ്തു. പിന്നെ അൽ അവ്വല, അതായത് അൽ അവ്വല അവർ ആ രണ്ട് ഹദീസിനെയും തുർമുദിയും വഗൈറും റിപ്പോർട്ട് ചെയ്തത്, അതായത് അൽ അവ്വല ആദ്യത്തെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത് മിൻ ഹദീസ് ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്നാണ്. കാന യതഹറ സൗമഹുമ എന്ന് പറഞ്ഞ ഹദീസിനെ അതിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. വസാനിയ രണ്ടാമത്തെ ഹദീസിനെ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്നാണ് രണ്ടാമത്തെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത്. വയൗമി അറഫത്ത, അറഫ ദിവസത്തെ നോമ്പും സുന്നത്താക്കപ്പെടും. ആർക്ക്? ലി ഗൈരിൽ ഹാജി, ഹാജിമാരല്ലാത്തവർക്ക് സുന്നത്ത. ഏതാണ് അറഫ ദിവസം? വഹുവ താസിഉ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ 9 അന്നാണ് ആ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അതുപോലെ ആശൂറ, ആശൂറ നോമ്പും സുന്നത്താണ്. അത് വഹുവൽ ആശിറു മിനൽ മുഹറമി, മുഹറം മാസത്തിൽ നിന്നുള്ള 10 അന്നത്തെ നോമ്പാണ്. താസുഅ, അതുപോലെ തന്നെ 9 മുഹറം 9 നോമ്പും താസുഅ നോമ്പും സുന്നത്താണ്. വഹുവ താസിഉ മിൻഹു, ആ മുഹറത്തിൽ നിന്നുള്ള 9 അന്നാണ് താസുഅ. ആ രണ്ട് നോമ്പും സുന്നത്താണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പാകുന്നത് അഹ്തസിബു അലല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. രണ്ട് മാനയ്ക്ക് വെക്കാം. അവിടെ ജൈരിമിയുടെ ഇബാറത്ത് ഇതൊക്കെ പാർസ്ഥാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അർജു മിനല്ലാഹി അൻ യുകഫിറ ഔ അദ്ദഖിറു ഇൻദല്ലാഹി തക്ഫീറഹു അസ്സനത്തല്ലത്തി ഖബലഹു വല്ലത്തി ബഅദഹു ലിമൻ സാമഹു ഫഅല ബിമാന ഇൻദ. അങ്ങനെ വെക്കുമ്പോൾ ഇൻദയുടെ മാനയ്ക്ക്. ഫഅലൽ അവ്വലി അർജു എന്ന മാനയ്ക്ക് വെക്കുകയാണെങ്കിൽ ബിമാന മിൻ, അപ്പോൾ അലയ്ക്ക് അലല്ലാഹിന്ന് എടുത്ത് മിന്നിൻ്റെ മാനയ്ക്ക്. അപ്പോൾ അലയ്ക്ക് ഇൻദയുടെ മാനയ്ക്കും വെക്കാം, മിന്നിൻ്റെ മാനയ്ക്കും വെക്കാം. രണ്ട് മാനയും ഇവിടെ പറഞ്ഞു. പിന്നെ അപ്പോൾ അഹ്തസിബു അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ഇദ്ദിഖാർ ചെയ്യുന്നു. എന്തിനാ? യുകഫിറ സനത്തല്ലത്തി ഖബലഹു, ആ അറഫ ദിവസത്തിൻ്റെ മുമ്പുള്ളതായ ഒരു കൊല്ലത്തെ ചെറുപാവങ്ങളെ പുറത്തു തരലിനെ, സനത്തല്ലത്തി ബഅദഹു, അതിന് ആ കൊല്ലത്തിന് ശേഷമുള്ള ഒരു കൊല്ലത്തിൻ്റെയും പാവങ്ങളെ പുറത്തു തരലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ അഹ്തസിബു എന്നത് അൽയൂബിയിൽ പറയുന്നു ഹുവ ബി ലഫ്ദിൽ മുളാരി, മുളാരിൻ്റെ സീഗ കൊണ്ടാണ്, മുളാരി മുത്തക്കല്ലിമിൻ്റെ സീഗയാണ്. വളമീറുഹു ആയിദുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് അതിൻ്റെ ലമീർ മടങ്ങുന്നത്. വഖാല ബഅദുഹും ബി ലഫ്ദിൽ മാദി, മാദിയായ ലഫ്ദ് കൊണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പം വളമീറുഹു യഊദു ഇല സൗമി, അപ്പോൾ നോമ്പിലേക്ക് ലമീർ മടക്കുക. അപ്പോൾ എന്താ ചെയ്യുക? ആ നോമ്പ് പ്രതീക്ഷിച്ചു, എഹ്തസബ എന്നായിരിക്കും. അപ്പം മാദിയാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, എഹ്തസബ എന്ന് വെക്കണം. അപ്പോൾ ആ നോമ്പ് പ്രതീക്ഷ നൽകുന്നതായി അള്ളാഹിൻ്റെ അടുക്കൽ, ഈ പാവം പുറത്തു നൽകുന്നു. ആ വഫീഹി ബുഅ്ദുൻ, അതിൽ അങ്ങനെ അമീർ മടക്കി മാദിയായിട്ട് വെക്കുന്നതിലൊക്കെ ഒരു ബുഅ്ദുണ്ട് എന്ന് പറയുന്നു. പിന്നെ അറഫ ദിവസം 2 കൊല്ലത്തെ നോമ്പ്, പിന്നെ പാവങ്ങളെ പൊറപ്പിക്കുന്നതിൻ്റെ ഹിക്മത്തും കാര്യങ്ങളൊക്കെയാണ് അവിടെ അൽയൂബി പറയുന്നത്. അപ്പോൾ അത് അറഫ നോമ്പിൻ്റെ
തെളിവാണ് ആ ഹദീസ്. ഇനി വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വേറൊരു ഹദീസാണ്. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന യൗമ താസിഅ, ഞാൻ വരുന്ന കൊല്ലവും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅസൂമന്ന യൗമ താസിഅ, 9-ാമത്തെ ദിവസത്തിൽ 9-ന്റെ അന്ന് ഞാൻ നോമ്പനുഷ്ഠിക്കും. ഫമാത ഖബലഹു, അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖാബിലിന് അടുത്ത കൊല്ലത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പോൾ അത് മുഹറത്തിലെ 9-ന്റെയും 10-ന്റെയും നോമ്പിന് തെളിവാണ്. റവാഹുമ, ഈ രണ്ട് ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത് മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തു. അമ്മൽ ഹാജു, അപ്പോൾ മേളി പറഞ്ഞ ഹാജിമാരല്ലാത്തവർക്കാണ് അറഫ നോമ്പ് സുന്നത്ത് എന്ന് പറഞ്ഞത്. അമ്മൽ ഹാജു, അപ്പോൾ ഹാജി ഫയുസ്തഹബ്ബു ലഹു, ആ ഹാജിക്ക് ഇവിടെ ഒരു ഫായിദ ഖൽയൂബി പറയുന്നുണ്ട് അറഫ നോമ്പിനെ സംബന്ധിച്ച്. ഖാല ബഅദുഹും യൂഖദു മിൻ തക്ഫീരി സനത്തിൽ മുസ്തഖ്ബിലത്തി അന്നഹു ലാ യമൂതു ഫീഹ, അതായത് വരുന്ന ഒരു കൊല്ലത്തെയും കൂടെ നോമ്പിന് തെറ്റുകളെ പുറത്തു തരും എന്ന് ഹദീസിൽ പറഞ്ഞത് നിന്ന് പിടിച്ചെടുക്കപ്പെടും. അന്നഹു ലാ യമൂതു ഫീഹ, ആ കൊല്ലം അവൻ മരിക്കില്ല എന്ന്. കാണല്ലേ, അന്ന തക്ഫീറ ലാ യകൂനു ബഅദൽ മൗതി, കാരണം പാവം പുറത്തു വരിക എന്നുള്ള മരിച്ചതിന് ശേഷം പിന്നെ അത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു കൊല്ലവും കൂടി പാവം കൂടെ പുറത്തു വരുമെന്ന് പറയുമ്പോൾ ആ കൊല്ലം തീരുന്നത് വരെ അവൻ മരിക്കില്ല എന്നുള്ള ഒരു സൂചന, ഒരു ഫായിദ അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു അഅലം. പിന്നെ അമ്മൽ ഹാജു, അപ്പോൾ ഹാജിമാർ യുസ്തഹബ്ബു ലഹു അൽ ഫിത്റു, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാതിരിക്കലാണ് സുന്നത്താക്കപ്പെടുന്നത്. യൗമൽ അറഫ, അറഫ ദിവസം നോമ്പ് എടുക്കാതിരിക്കലാണ് സുന്നത്തിൽ. ഇത്തിബാഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ അങ്ങനെ നോമ്പ് എടുക്കാതിരിക്കുക ചെയ്ത. റവാഹു ഷെയ്ഖാനി, ഇത്തിബാഇൻ്റെ ഹദീസിനെ മുസ്ലിമും ഇമാം ബുഖാരിയും റഹിമഹുല്ലാഹ് രണ്ടുപേർ റിപ്പോർട്ട് ചെയ്തു. വസവാഉൻ, സമമാണ്, കമാ ഖാല ഫി ശർഹിൽ മുഅദ്ദബി, ശർഹിൽ മുഅദ്ദബിൽ നബി ഇമാം പറഞ്ഞതുപോലെ സമമാണ്. അനിൽ ജുംഹൂരി, ആരെ തൊട്ട് പറഞ്ഞു? അനിൽ ജുംഹൂർ, ഒരു ഭാഗം പണ്ഡിതന്മാരെ തൊട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞതുപോലെ സമമാകുന്നു അൽഅഫഹു അസ്സൗമു, ആ അറഫ ദിവസത്തെ നോമ്പ് ആ ഹാജിയെ ബലഹീനനാക്കട്ടെ. അനി ദുആ പ്രാർത്ഥനകളെ തൊട്ടും അഅമാലിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ അഅമാലുകളെ തൊട്ടും ലൈഫാക്കട്ടെ, അംല ലൈഫാക്കാതിരിക്കട്ടെ, എങ്ങനെയായാലും. പിന്നെ അപ്പോൾ ലൈഫാക്കുമ്പോഴാണ് ആക്കുകയാണെങ്കിലാണ് ഒഴിവാക്കൽ സുന്നത്ത്, ലൈഫാക്കുന്നില്ലെങ്കിൽ പിന്നെ എടുക്കലാണ്, ഒഴിവാക്കാതിരിക്കലാണ് സുന്നത്ത് എന്നൊന്നും പറയേണ്ടതില്ല. ഭൂരിഭാഗം ഉലമാഇൻ്റെ അഭിപ്രായം അനുസരിച്ച് അത് നോമ്പ് കൊണ്ട് പ്രാർത്ഥനയെ തൊട്ടും ഹജ്ജിൻ്റെ അമാലുകളെ തൊട്ടും ഹാജിയെ ഈ ബലഹീനനാക്കിയാലും ആക്കിയില്ലെങ്കിലും ശരി, എങ്ങനെയായാലും അവർക്കത് ഉപേക്ഷിക്കലാണ് സുന്നത്ത്. പിന്നെ അപ്പോൾ സൗമുഹു, അപ്പോൾ ആ ഹാജി ആ സൗമുഹു, ആ അറഫയുടെ നോമ്പാകുന്നത് ലഹു, ആ ഹാജിക്ക് ആ നോമ്പ് അനുഷ്ഠിക്കലാകുന്നത് ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല. ഫഖീല, പറയപ്പെട്ടു, മക്റൂഹുൻ, അത് കറാഹത്താണ്, ഖിലാഫുൽ ഔലയാണ് മുഅ്തമദ് എന്ന് ഖൽയൂബി പറയുന്നു. വഖീല മക്റൂഹുൻ, അത് കറാഹത്താക്കപ്പെട്ടതാണ് എന്ന് ഒരു അഭിപ്രായം. അത് കറാഹത്താണെന്ന് പറയാൻ കാരണം എന്താ? ഹദീസ് അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിന് വേണ്ടി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ അൻ സൗമി യൗമി അറഫത ബി അറഫ, അറഫയിൽ വെച്ച് അറഫയിലെ നോമ്പ് അനുഷ്ഠിക്കൽ നഹി ചെയ്തു എന്ന്. വളുഇഫ, ആ ഹദീസിനെ ലഈഫാക്കപ്പെട്ടു. എന്തുകൊണ്ട്? ബി അന്ന ഫീ ഇസ്നാദിഹി, ആ പറഞ്ഞ ഹദീസിൻ്റെ സനദിലുണ്ട് മജ്ഹൂലൻ, ഒരു മജ്ഹൂലായ റാവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ലഈഫാണ്. പിന്നെ അയ്യാമിൽ ലയാലിൽ ബീൽ, അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങൾ, വെളുത്ത വാവിൻ്റെ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഏതാണ് വെളുത്ത വാവ് ദിവസങ്ങൾ? ഹിയ അസാലിസു അശറ വത്താലിയാഹു, 13, എല്ലാ മാസത്തിൻ്റെയും 13-ൻ്റെ അന്നും അതിനോട് തുടർന്ന് വരുന്ന 2 ദിവസവും, അതായത് 13, 14, 15 ഈ ദിവസങ്ങളിൽ
നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഖാല അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിച്ചു, അൻ നസൂമ മിന ശഹരി, മാസത്തിൽ നിന്ന് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ, സലാസത്ത അയ്യാമിൽ ബീലി, അയ്യാമിൽ ബീദിന്റെ 3 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ. അയ്യാമിൽ ബീദാകുന്ന 3 ദിവസം, അയ്യാമുൽ ബീദ് എന്ന 3 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ. അതായത് സലാസത്ത അശറ വ അർബഅത അശറ വ ഖംസത അശറ, അതായത് അതിൻ്റെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഞങ്ങളോട് റസൂലുള്ളാഹി കൽപ്പിച്ചു. റവാഹുൻ നസായി വബിൻ ഹിബ്ബാൻ റഹിമഹുല്ലാ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇവിടെ വസിഫത്തിൽ ലയാലി ബിൽ ബീദി, അയ്യാമുൽ ബീദ് എന്ന ആ ദിവസങ്ങൾക്ക് ബീദ് എന്ന വിശേഷണം പറയപ്പെട്ടത് എന്തിനാണ്? കാരണം അന്നഹ തബിയദ്ദു, ആ ദിവസങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രശോഭിച്ച് നിൽക്കും. ബി തുലൂഇൽ ഖമരി, ചന്ദ്രന്റെ ഉദയം കൊണ്ട്, ചന്ദ്രന്റെ തുലൂ കൊണ്ട് ആ രാത്രികൾ എന്ത് ചെയ്യും, നല്ല തെളിച്ചമുള്ളതായി വെളുത്തു നിൽക്കും. ഏതു മുതൽ? മിൻ അവലിഹ, ആ ദിവസങ്ങളുടെ ആദ്യം മുതൽ, ഇലാ ആഖിരിഹ, ആ എല്ലാ മാസത്തിൻ്റെയും 13, 14, 15 ദിവസങ്ങളിലൊക്കെ സൂര്യൻ്റെ പ്രഭ എന്താണ്, സന്ധ്യ മുതൽ രാവിലെ വരെയും എന്തുണ്ടാകും, ആ പൂർണ്ണ നിലാവ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന് അങ്ങനെ അയ്യാമുൽ ബീദ് എന്ന് പേര് വെച്ചത്. അവിടെ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി